സാർ, നിലമ്പൂരിലെ ചിത്രം തെളിഞ്ഞു. ഇപ്പോൾ അൻവർ ആകെ പെട്ടിരിക്കുകയാണ്. അൻവറിൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം വളരെ പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരുന്നതാണ്. പക്ഷേ അൻവർ വന്ന് പറയുന്നത്, എനിക്ക് 3 നേരം ഷർട്ട് മാറിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാനിപ്പോൾ ഒരു ഷർട്ട് തേക്കാനുള്ള 60 രൂപ പോലും എൻ്റെ കയ്യിലില്ല. ഇന്നലെ ഇട്ട ഷർട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എന്നെ എല്ലാവരും കൂടെ ഈ പരുവമാക്കി. എനിക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ ഉള്ള പൈസ പോലും ഇല്ല. അപ്പോൾ തന്നെ LDF-നെതിരെ പറഞ്ഞ ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുന്നു. പിന്നെ സതീശൻ ഇരിക്കുന്നിടത്തോളം കാലം UDF-ലേക്ക് ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. BJP സ്വാഭാവികമായിട്ട് വോട്ട് സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. ചിലപ്പോൾ സ്ഥാനാർത്ഥി നിർത്താനുള്ള സാധ്യത പോലും ഇല്ല. BDJS-നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരും അനക്കമൊന്നും ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വന്തം മരുമകനായി സ്വരാജിനെ ഒതുക്കാനിറങ്ങിയ പിണറായിക്ക് ഇപ്പോൾ പണി കിട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. സ്വരാജ് ചിലപ്പോൾ ജയിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. നിലമ്പൂർ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, അവിടെ ഒരു സമയത്ത് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ടായിരുന്ന അൻവറിനായിരുന്നു. അൻവർ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയമാണ് ഉണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അൻവർ ജയിക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള ചില ഒരു മഹാത്ഭുതം നടന്ന സ്ഥലമാണത്. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് അൻവറിൻ്റെ കയ്യിലേക്ക് ആ മണ്ഡലം പോയത് വളരെ പ്രത്യേകമായുള്ള സാഹചര്യത്തിലാണ്. കാരണം അത് UDF-ൻ്റെ പിന്തുണ അൻവറിനുണ്ടായിരുന്നു, LDF-ൻ്റെ പിന്തുണ അൻവറിനുണ്ടായിരുന്നു, മുസ്ലിം സമുദായത്തിൽ പിന്നോക്ക സമുദായത്തിൻ്റെ പിന്തുണ കൂടി അൻവറിനുണ്ടായിരുന്നു. ഈ 3 വിഭാഗങ്ങളും കൂടി പിടിച്ചുകൊണ്ടായിരുന്നു അൻവർ തെരഞ്ഞെടുപ്പിന് ജയിച്ചത്. കാരണം അതിനുശേഷം കോൺഗ്രസിൽ തന്നെ ഒരു വലിയൊരു വിഭാഗം ആര്യാടൻ ഫാമിലിക്കെതിരാണ്. അത് ഇന്നെതിരാണ് കേട്ടോ. കാരണം കോൺഗ്രസ്സുകാർ മുഴുവൻ ആര്യാടൻ്റെ കൂടെ ഒന്നുമില്ല. കാരണം കോൺഗ്രസ്സിൽ ഒരുപക്ഷെ A ഗ്രൂപ്പിൽ കുറച്ച് ആളുകൾ ഒഴിച്ചാൽ പഴയ I ഗ്രൂപ്പുകാരും മറ്റവരൊക്കെ തന്നെ ആര്യാടൻ മുഹമ്മദിനും ആര്യാടൻ ഷൗക്കത്തിനും അവരെതിരാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ചില സിനിമാ പരിപാടികളും മറ്റൊക്കെ വരുന്ന സമയത്ത് മുസ്ലിങ്ങളിലും തന്നെ വരേണ്യവർഗത്തിൽ ചില വിഭാഗത്തിൽ നിന്ന് ശക്തമായുള്ള എതിർപ്പുകൾ അദ്ദേഹത്തിനുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു വസ്തുത, ഈ സ്വരാജ് തെരഞ്ഞെടുപ്പിൽ ചിത്രത്തിൽ വന്നതോടുകൂടിയിട്ട്, സ്വരാജ് സ്ഥാനാർത്ഥിയാവുന്നതോടുകൂടിക്കൊണ്ട് അവിടെ നിലമ്പൂരിൻ്റെ ചിത്രത്തിൽ ഒരു വലിയൊരു മാറ്റമാണ്. ഈ വലിയ മാറ്റം, കാരണം ഈ സ്വരാജ് പലപ്പോഴും വലിയ ഭാഗ്യവാനാണ്. കാരണം ഒരു 8-9 കൊല്ലത്തിന് മുമ്പായിട്ടാണ് അദ്ദേഹം ഇവിടെ ഒന്ന് മത്സരിച്ചു, തൃപ്പൂണിത്തുറയിൽ ഒന്ന് മത്സരിച്ചു. കെ ബാബുവിന് തോൽപ്പിക്കാൻ സാധിച്ചു. കാരണം മന്ത്രിയായിരുന്ന കെ ബാബുവിന് എതിരായിട്ടുണ്ടായിരുന്ന ജനവികാരത്തെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചത് സ്വരാജിനാണ്. കെ ബാബു ഇലക്ഷന് തോറ്റതോടെ തകർന്നു പോയി. അയാളുടെ ഓർമ്മശക്തി പോലും, ഓർമ്മശക്തി നശിച്ചു. ഒരു നിത്യരോഗി എന്നുള്ള മട്ടിലേക്ക് അദ്ദേഹം മാറാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഉണ്ടായത് ആ തെരഞ്ഞെടുപ്പിലാണ്. പക്ഷെ അതിനുശേഷം സ്വരാജിന്റെ കെ ബാബു തിരിച്ചു വരികയും ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ ജയിക്കാൻ കാരണം സ്വരാജിന്റെ കയ്യിലിരിപ്പ് വളരെ മോശമാണ്. അദ്ദേഹത്തിന്റെ ഭാഷ വളരെ മോശമാണ്. ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഏറ്റവും കൂടുതൽ പ്രസന്റബിൾ ആയിരിക്കുന്ന ബെസ്റ്റ് കാൻഡിഡേറ്റിന് പേര് സ്വരാജ് എന്നാണ് ആദ്യത്തെ സമയം. ഇപ്പൊ നിലമ്പൂരിൽ ഈ പ്രാവശ്യം അദ്ദേഹം വേണമെങ്കിൽ ജയിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് 1 വർഷം മതി. സ്വരാജിന് 1 വർഷം കൊടുത്താല് 1 വർഷം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും BJP-ക്കാരെയും സർവ്വമാന ജനങ്ങളെയും വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഭാഷിക്കാൻ സാധിക്കും. ഉദാഹരണം എനിക്ക് നന്നായിട്ട് ഓർമ്മ വരുന്നത് തൃപ്പൂണിത്തുറയിൽ അദ്ദേഹം ജയിച്ച സമയത്താണ്. അദ്ദേഹം തൃപ്പൂണിത്തുറക്കാരോട് പറഞ്ഞു, എന്നെ പരിപാടികൾക്കൊന്നും വിളിക്കണ്ട, പരിപാടികൾക്ക് വരുന്ന ആളല്ല MLA എന്ന് പറഞ്ഞ നിയമനിർമ്മാണം നടത്തുന്ന ആളാണ്. ശബരിമല പ്രശ്നം ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഇനി അയ്യപ്പൻ കല്യാണം കഴിക്കുന്ന അങ്ങനെ പറഞ്ഞ്. ഈ തരം വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന കാര്യത്തിൽ ഒരു മടിയുള്ള ആളല്ല സ്വരാജ്. പക്ഷേ നിലമ്പൂരിലെ ചിത്രം മറ്റൊന്നാണ്. കാരണം നിലമ്പൂരിനെ സംബന്ധിക്കുന്ന ചിത്രത്തിന്റെ സവിശേഷത, അവിടെ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നത് ഹൈന്ദവ സമൂഹമാണ്. അവിടെ മുസ്ലിങ്ങളല്ല ഭൂരിപക്ഷം, ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളെ മാറ്റിവെച്ചുകൊണ്ടാണ് 2 വിഭാഗവും ചർച്ച ചെയ്യുന്നത്. മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, മുസ്ലിങ്ങൾക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ തന്നെ മുസ്ലിങ്ങളുടെ വരേണ്യവർഗത്തിന് വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ് നിലകൊള്ളുന്നത്. ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിലെ പിന്നാക്ക സമുദായം ആ ഒരു വിഷയമേ അല്ല. നിലമ്പൂരിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ മുസ്ലിങ്ങളുടെ പിന്നാക്ക സമുദായക്കാരാണ്. അവിടെ തങ്ങളുമാരും കോയമാരും റാവുത്തന്മാരും എല്ലാം അവിടെ കൂടുതലുള്ളത് മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ടവരാണ്. ആ വിഭാഗത്തിൽപ്പെട്ടവർ വോട്ട് ഒരു സമയത്ത് മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കിയിരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. അപ്പോൾ അവിടെ അൻവർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള സവിശേഷത, അൻവർ ഈ സമയത്ത് തെരഞ്ഞെടുപ്പിൽ വന്നു എന്ന് മാത്രമല്ല, നേരത്തെ ഉണ്ടായ സമയത്തെങ്കിൽ അവിടെ NDF-ൻ്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPI-യുടെയും PDP അടങ്ങുന്ന പിന്നാക്ക സമുദായത്തിൽ വരുന്ന എല്ലാ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ടുകൾ അൻവറിന് കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചു. ഇപ്പൊ നമ്മളിപ്പോൾ കാണുന്ന സംഗതി, ഈ ലീഗിന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ലീഗിന് എന്താ അൻവറിന്റെ പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമില്ലല്ലോ. അൻവറിന് സീറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ ലീഗ് ഒന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ, ഞങ്ങൾ മുസ്ലിങ്ങളെ ഒറ്റക്കെട്ടാണ്, അതുകൊണ്ട് അൻവറിനോട് സീറ്റ് കൊടുക്കണം. അൻവറിന്റെ സീറ്റായിരുന്നു അത്. അതിനു മുമ്പ് ആര്യാടൻ മുഹമ്മദിന്റെ സീറ്റായിരുന്നു. അവിടെ സ്വരാജിനെ അല്ല ജയിപ്പിക്കേണ്ടത്, അവിടെ ജയിപ്പിക്കേണ്ടത് അൻവറിനെയാണ് എന്ന് ലീഗ്
ശക്തമായിട്ട് വാദിച്ചു, അല്ലെങ്കിൽ യുക്തമായ രീതിയിൽ അവിടെ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഒരു സംശയമില്ല അൻവർ സീറ്റ് കിട്ടിയേനെയും. ഇപ്പൊ നമുക്ക് അറിയാവുന്ന പ്രതിപക്ഷ നേതാവൊന്നും ഒരിക്കലും ലീഗിനെതിരായിട്ട് നിൽക്കില്ല. ലീഗ് എന്ത് പറയുന്നു എന്നുള്ളതാണ് നമുക്കറിയാം. ഇപ്പൊ കേരളത്തില് ഒരാൾ കോൺഗ്രസിൽ ചേർന്നു എന്നിരിക്കട്ടെ, BJP-യിൽ നിന്ന് ഒരാൾ കോൺഗ്രസിൽ ചേർന്നു, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരാൾ കോൺഗ്രസിൽ ചേർന്നു, അവരെവിടെ ആദ്യം പോകേണ്ടത്? അവർ പോകേണ്ടത് ഇന്ദിരാഭവനിലേക്കല്ല, അവർ പാണക്കാടേക്കാണ് പോകേണ്ടത്. പാണക്കാട് ചെന്ന് അവിടുത്തെ ബിരിയാണി കഴിച്ചാൽ മാത്രമാണ് ഇവർക്ക് കോൺഗ്രസിൽ അംഗത്വം കിട്ടുമെന്നുള്ളത് തീരുമാനിക്കുള്ളൂ. അല്ല, ഈ പറയുന്ന മറ്റേ അതെ കോൺഗ്രസിലേക്ക് അംഗത്വം കിട്ടുള്ളൂ. അല്ലാത്തവരേക്ക് ഇവർ മാറ്റി നിർത്തിയിരുന്നതാണ്. കാരണം അത്രയ്ക്ക് സ്വാധീനം മുസ്ലിം ലീഗിന് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്തുണ്ട്. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കുന്നവരെ മുസ്ലിം ലീഗാണ്. അത് ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു എന്ന് പണ്ട് ജി ശക്തിധരൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ തീരുമാനിച്ചിരിക്കുന്ന മുസ്ലിം ലീഗാണ്. കാരണം കോൺഗ്രസിൽ ഒരിക്കലും കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെയോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളോ തീരുമാനിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിനോ ഹൈക്കമാൻഡിനോ ഒരു പങ്കുമില്ല. നമുക്കറിയാലോ, ഇപ്പൊ മറ്റേ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്നു, രാഹുൽ ഗാന്ധി വന്നു, അവരാരെയാണ് ആദ്യം കാണുന്നത്? അവര് പാണക്കാട് ആദ്യം പോകുന്നത്. അവര് വെറുതെ ഇവിടെ KPCC പ്രസിഡന്റിനെ കണ്ട് സമയം പാഴാക്കൂല. KPCC പ്രസിഡന്റിനോട് വേണമെങ്കിൽ എയർപോർട്ടിൽ വന്നോളാൻ പറയും. അയാളുടെ എയർപോർട്ടിൽ വരവ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അയാളെയും കൂടി കൂട്ടിയിട്ട് ഇവര് പാണക്കാടേക്ക് പോകും. ആ പാണക്കാടിന്റെ അംഗീകാരം തേടാതെ കണ്ട് ഒരു സ്ഥാനാർത്ഥിയും വയനാട് ജില്ലയിലോ പാലക്കാട് ജില്ലയിലോ മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ ലീഗിനുണ്ടായിട്ടില്ല, മറ്റേ ഇവർക്കുണ്ടായിട്ടില്ല, UDF-നുണ്ടായിട്ടില്ല. പക്ഷെ അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് തീരെ അൻവറിനെ അവഗണിക്കുന്നത് എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. കാരണം അൻവറിനെ അംഗീകരിക്കാൻ ലീഗിന് സാധ്യമല്ല. കാരണം അൻവറിനെ മാത്രമല്ലെന്നേ, ലീഗ് ഒരിക്കലും പിന്നാക്ക സമുദായത്തിൽപ്പെട്ട മുസ്ലിങ്ങളെ അംഗീകരിച്ചിട്ടില്ല. അത് വരേണ്യവർഗത്തിന്റെ പാർട്ടിയാണ്. ആ വരേണ്യവർഗത്തിന്റെ പാർട്ടിയായിരിക്കുന്ന മുസ്ലിം ലീഗ് എപ്പോഴും മുസ്ലിങ്ങളിലുള്ള സമ്പന്നന്മാരായിരിക്കുന്ന വരേണ്യവർഗത്തിൽപ്പെട്ട തങ്ങൾ വിഭാഗത്തിൽപ്പെട്ട കോയ വിഭാഗത്തിൽപ്പെട്ട റാവുത്തർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവർ പിന്താങ്ങുക. അങ്ങനെ ഒരു പിന്താങ്ങി എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അങ്ങനെ അവർ പിന്താങ്ങുന്ന സ്ഥാനാർത്ഥികൾ വരുന്ന സമയത്താണ് ഇപ്പൊ ലീഗിന് ഷൗക്കത്തിനോട് താല്പര്യമുണ്ടോ? ഇല്ല. ലീഗിന് അൻവറിനോട് താല്പര്യമുണ്ടോ? ഇല്ല. ലീഗിന് പിന്നെ ആരോടാണ് താല്പര്യം? ആരോടും താല്പര്യമില്ല. അതുകൊണ്ട് നിലമ്പൂർ എങ്ങനെ പണ്ടാറടങ്ങിപ്പോയാലും, നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെ ആയിപ്പോയാലും ലീഗിനെ സംബന്ധിച്ച് പ്രശ്നമില്ല. കോൺഗ്രസിന് കിട്ടാമായിരുന്ന ഇടതുപക്ഷത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റ് ഇടതുപക്ഷത്തിന് മടക്കി കൊടുത്തു എന്നുള്ള പേര് സമ്പാദിക്കുവാനുള്ള പരിശ്രമത്തിലാണ് ലീഗ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.